ഒന്ന് പറയാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നോക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യൻ പോറ്റുന്ന ജീവജാലങ്ങളെ വേവിച്ച ആഹാരം കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പോറ്റുന്ന ജീവജാലങ്ങൾക്ക് ഇത്രയധികം രോഗങ്ങളുള്ളൂ എന്നാ പറഞ്ഞത് അല്ലേ. ഇനി സയന്റിഫിക് റൂട്ടിൽ ശാസ്ത്രീയ തലത്തിൽ പറഞ്ഞാല് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കഴിക്കുന്നത് അതാത് ജീവിയുടെ രക്തഘടനയുടെ pH വാല്യൂ, അതായത് അമ്ലക്ഷാര ആനുപാതിക അനുസരിച്ചുള്ള ഭക്ഷണമാണ്. നമ്മള് ബ്ലഡിന്റെ അമ്ലക്ഷാരാനുപാതിക അനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും കഴിക്കേണ്ടതാണ് സയന്റിഫിക് മെത്തേഡ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ മനുഷ്യന്റെ നോക്കുമ്പോ ഡീപ്പായിട്ടല്ലേക്ക് പോകുന്നില്ല. മനുഷ്യന്റെ നോക്കുമ്പോ മനുഷ്യന്റെ ഇത് എങ്ങനെയാന്നുള്ളതാണ്. 75-80% ക്ഷാരാംശവും 20-25% അമ്ലാംശമാണ് നമ്മുടെ രക്തഘടന. അതനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ക്ഷാരാംശം കൂടിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ മലയാളികൾ എന്ത് കഴിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതെങ്ങനെ നോക്കിയിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ പറഞ്ഞാൽ അതിന് അതിക്രമിച്ച് 10 മിനിറ്റോടെ എടുക്കുകയാണ്. അതൊന്നും നമുക്ക് നോക്കേണ്ടത് എന്താണെന്നുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ക്ഷാരാംശമുള്ള ഭക്ഷണം എന്തൊക്കെയാണ്? പഴങ്ങള്, പച്ചക്കറികള്, പയർവർഗ്ഗങ്ങള്, തവിടുള്ള ധാന്യങ്ങൾ, അണ്ടിവർഗ്ഗങ്ങള്, ഇലക്കറികള്, തവിടുള്ള ധാന്യങ്ങള്. തവിടുള്ള ധാന്യം ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചാണ്. വീണ്ടും പറയാം. പഴങ്ങള്, പച്ചക്കറികള്, പയർവർഗ്ഗങ്ങള്, ഇലക്കറികള്, അണ്ടിവർഗ്ഗങ്ങള്, തവിടുള്ള ധാന്യങ്ങള്. അപ്പൊ നമുക്ക് സുഖമായിട്ട് കഴിച്ചോട്ടെ അല്ലേ? എന്നാ ഇന്നത്തെ മെനു എടുത്ത് നോക്കിയേ, ഇന്നലെ കഴിച്ച മെനു നോക്കിയാൽ അറിയാം. രാവിലെ എന്തായിരിക്കും കഴിച്ച, ഉച്ചക്ക് എന്താ കഴിച്ച, രാത്രി എന്താ കഴിച്ച, അവിടെ ഉണ്ടായിരുന്നു. മലയാളികളുടെ പ്രശ്നം അതാണ്. മലയാളികളെ സംബന്ധിച്ചുള്ള അതുകൊണ്ടാണ് കേരളത്തിലുള്ള അത്ര കഫജന്യ രോഗങ്ങള് വേറെ മറ്റു സ്റ്റേറ്റിലൊന്നുമില്ല. നമുക്ക് വേണ്ടി നോക്കാം, ഒരു സ്റ്റേറ്റിലും ഇല്ല. കഫജന്യ രോഗം എത്ര വർദ്ധിക്കാൻ കാരണം ഈ ബോയിൽഡ് റൈസിന്റെ ഉപയോഗം കൊണ്ട് മാത്രം. അത് അഥവാ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നിയത് തിരുത്തി നോക്ക്. ബോയിൽഡ് റൈസ് ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയേ. പനൂപ് പല സമയത്ത് എന്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. പനൂപ് വരുമ്പോ പലപ്പോഴും ഭയങ്കര തിരക്കല്ലേ. എത്ര ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നത്. കൊല്ലത്തുനിന്ന് സ്ഥിരം വരുന്ന ഒരു കച്ചവടക്കാരാണ്. വളരെ ദൂരം നോക്കി ആൾക്കാർ വന്നിട്ട് എന്റെ പ്രീതി ഭക്ഷണശാലയോ കുറവ് പ്രീതി ഭക്ഷണശാലയോ വന്ന് കഴിക്കുന്നു. നമ്മളെ വേണുമാഷ എപ്പോഴും വരാറുണ്ട്, അധിക ദിവസവും ആളൊക്കെ കൂട്ടി വരാറുണ്ട്. അപ്പോ ഇങ്ങനെ അവർക്ക് എന്ത് കഴിച്ചിട്ട് കംഫർട്ടബിൾ ആണ്, നല്ല സ്വാസ്ഥ്യം അനുഭവപ്പെടുകയാണ്, സ്വസ്ഥത അനുഭവപ്പെടുകയാണ്, സുഖം അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് കഴിക്കുന്നത്. ഞാൻ തവിടുള്ള അരി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അവിടെ മാജിക് ഒന്നും ഇല്ല.